സുഹൃത്തുക്കളെ, എൻ്റെ നേരുകളിലേക്ക് മധു നായർ ഏവരെയും ക്ഷണിക്കുകയാണ്. നല്ല സുഖമല്ല, അതുകൊണ്ട് ശബ്ദത്തിൽ ചെറിയ വ്യത്യാസം ക്ഷമിക്കണം. അവസാനം കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ താമസിയാതെ അധികാരത്തിലെത്തും. അപ്പോൾ ഈയിടയ്ക്ക് കണ്ട ഒരു വലിയ ആക്ഷേപം, അതായത് തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 10 ദിവസമായിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച് കാണുന്നില്ല എന്ന് തോന്നുന്നത്. ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞ് 1 മാസം കുത്തിയിരുന്നതിന് ശേഷമാണ് ആര് ജയിച്ചതെന്ന് അറിയാൻ സാധിച്ചത്. അതിനെക്കുറിച്ച് വലിയ പരാതിയൊന്നുമില്ല. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന രീതി പാർലമെന്ററി സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ജയിച്ചു വന്ന MLA-മാരൊക്കെ കൂടി അതിൽ നിന്നൊരാളിനെ നേതാവായി തിരഞ്ഞെടുക്കുക. അതല്ലാതെ കൺവെൻഷൻസ് കോൺഗ്രസ് പാർട്ടിയിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് പാർലമെന്ററി ബോർഡ് അവരുടെ സമ്മേളനം കൂടി അദ്ദേഹത്തിന് എലക്ട് ചെയ്തത്. ഇവിടെ ഇപ്പോൾ വന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി കോൺഗ്രസ് MLA-മാരുടെ കൂട്ടത്തിൽ MLA അല്ലാത്ത ഒരാളിന്റെ പേര് വന്നപ്പോൾ അതിൽ തർക്കമുണ്ടായി. അവസാനം അത് വളരെ ഗൗരവപരമായ ചർച്ചകളിലേക്ക് നീങ്ങി. അവസാനം നറുക്കൊഴുന്ന വി.ഡി. സതീശൻ തികച്ചും അർഹനാണ്. ഒരു പുതുമുഖമാണ്. ഇതുവരെയ്ക്കും മന്ത്രിപദം അലങ്കരിക്കാത്ത ആളാണ്. അദ്ദേഹത്തിന് പഴിയാരുന്നത് മുസ്ലിം ലീഗിന്റെ സപ്പോർട്ടുണ്ടായിരുന്നു. അതൊരു മോശമാണ്. മുസ്ലിം ലീഗ് ഇവിടെ വ്യവസ്ഥാപിതമായി ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൽ പേര് മുസ്ലിം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മുസ്ലിം അല്ലാത്ത ആളിലും അതിനകത്ത് മെമ്പർഷിപ്പൊക്കെ എടുക്കാം. ഇത്തവണ അവര് ആക്ച്വലി ഒരു ഹിന്ദുവിനെ കുന്നത്തുനാടോ എവിടെ സ്ഥാനാർത്ഥി ഒരുമാക്കിയത് സ്ത്രീയെ. അവളെ തോപ്പിച്ചത് അവിടുത്തെ മുസ്ലിങ്ങളാണെന്നാണ് വേറൊരു ബാധയെന്ന്. എനിവേ, അതിലൊരു ആക്ഷേപമായിട്ട് കാണേണ്ട കാര്യമില്ല. പക്ഷെ നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഇനി ജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഇഷ്ടാനിഷ്ടാനങ്ങൾ കൂടി പരിഗണിക്കണം എന്നുള്ള അവസ്ഥ വന്നു. ഞാൻ കേൾക്കുന്നത് പണക്കാട് തങ്ങൾ തന്നെ നേരിട്ട് പ്രിയങ്കയെ വിളിച്ചുവെന്നും പ്രിയങ്ക കാര്യം അവരുടെ അമ്മയോട് പറഞ്ഞെന്നും അമ്മയും മോളും കൂടി രാഹുലിനോട് ഇത് പറഞ്ഞപ്പോൾ പിന്നെ അയാൾക്ക് നിൽക്കക്കള്ളിയില്ലാതായെന്നൊക്കെയാണ്. എനിവേ, പുതിയൊരു മന്ത്രിസഭ വരുന്നു. വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനെ ഞാനടക്കം പലരും കാണുന്നത്. കാരണം എന്തൊരു വലിയ ദുർഭരണമായിരുന്നു ആക്ച്വലി കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട്. അതിൽ നിന്നൊരു ഒരു മോക്ഷം ലഭിക്കുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഡ്രാസ്റ്റിക്കായിട്ട് കുറെ നടപടികൾ ഉണ്ടാകണം. മന്ത്രിസഭ തന്നെ ഞാൻ പലപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തികമാണ്. ഖജനാവിൽ പൂച്ച പെറ്റിടക്കണമെന്ന് പറഞ്ഞ് പുതിയ മുഖ്യമന്ത്രി തന്നെയാണത് പറഞ്ഞിട്ടുള്ളത്. ആദ്യമായിട്ട് എന്തിനാണ് ഈ പറയുന്ന ധനകാര്യ വകുപ്പും റവന്യൂ വകുപ്പും ഇതൊക്കെ കാലഹരണപ്പെട്ട സംവിധാനങ്ങളല്ലേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേന്ദ്ര ഗവൺമെന്റ് പോലീസൊക്കെ എന്നെ മാറ്റിയിരിക്കുന്നു. അത്തരത്തിലുള്ള സ്ട്രക്ചറലായിട്ടുള്ള കുറെ വ്യത്യാസങ്ങൾ വരുത്തിയാൽ ഈ പറയുന്ന റിസോഴ്സസ് മൊബിലൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടം ഈ സർക്കാരിന് വരുത്തുവാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അടുത്ത 5 കൊല്ലത്തിന് ശേഷം അവർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന്. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഭരണമെന്ന് പറയുന്നത് ഇന്നവേ ഇറ്റ്സ് ഒരു ആർട്ട് കൂടിയാണ്. അതൊരു ശരിക്കൊരു പ്രൊഫഷനായിട്ട് കണ്ട് അത്തരത്തിലുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള മന്ത്രിമാരെ നിയമിച്ച് കിട്ടിയാൽ മുഖ്യമന്ത്രി രക്ഷപ്പെടും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു വലിയ പോലീസ് ഭരിക്കുന്നു ആഭ്യന്തരം. എന്ത് കഷ്ടമാണിത്! വല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ആംഗിളുള്ള ഒരു വകുപ്പാണോ അത്? കുറെ പൈസ ചെലവാക്കാൻ പോലീസ് ക്രമസമാധാനം ആവശ്യമാണ്. പക്ഷെ അതിന്റെ പവർ പോലീസുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറ്റുന്നത് അതിനു വേണ്ടിയുള്ള അടിപൊളി. ഏത് വിധത്തിലുള്ള ക്രിയാത്മകമായിട്ടുള്ള സംസ്ഥാന പുരോഗതിക്ക് സഹായിക്കാത്തൊരു വകുപ്പാണ്. അതിനുവേണ്ടി അടിപിടി കൂടുന്നു. അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഡൽഹി അഡ്മിനിസ്ട്രേഷനിലെ ആപ്പിനെ കുറിച്ച് ഒരുപാട് പരാതികളുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെയ്ത 2 കാര്യങ്ങൾ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ഹെൽത്തിന്റെ കാര്യത്തിലും ശരിക്കും മാർഗനിർദ്ദേശം നൽകുന്ന വിധത്തിലുള്ള നടപടികൾ അവിടെ ഉണ്ടായി. ഇവിടെയും അത്തരത്തിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ഈ ആരോഗ്യ വകുപ്പും ഒക്കെ വളരെ പ്രഗത്ഭരായ, ശരിക്കും എന്താ പറയുക, ഒരു മന്ത്രിപ്പണി അറിയാവുന്നവരുടെ കയ്യിൽ അത് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ കൃഷി വകുപ്പ് ഇവിടെ
പറയുന്ന ഇങ്ങനെ വ്യവസായ വകുപ്പ് എന്നൊക്കെ എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ. കേരളത്തിൽ വ്യവസായം ഉണ്ടാകാനുള്ള പരിമിതികളെ കുറിച്ച് ഞാൻ വളരെ വലിയ ബോധവാനാണ്. പക്ഷെ കൃഷിയുടെ കാര്യത്തിൽ ഇമ്മൻസ് പോസിബിലിറ്റിയാണ്. അപ്പൊ ഈ 3 വകുപ്പ് മാത്രം ശ്രദ്ധിച്ചിട്ട് സംസ്ഥാനത്തെ ഖജനാവ് എങ്ങനെയെങ്കിലും പുഷ്ടിപ്പെടുത്തുവാനായിട്ടുള്ള ശ്രമങ്ങൾ പുതിയ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പ്രധാനമായിട്ട് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്റെ ജൽപ്പനങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.